പ്രണയവിവാഹമാണെങ്കിൽ കൂടി ചില വിവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ ലവ് അറേഞ്ച്ഡ് മാരേജാണ്. ആദ്യം പ്രണയിക്കുന്നു, പിന്നെ അതിനുശേഷം വീട്ടുകാരോടൊക്കെ പറഞ്ഞ് അത് ഒരു അറേഞ്ച്ഡ് മാരേജിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ലവ് അറേഞ്ച്ഡ് മാരേജ് എന്നൊക്കെ വിളിക്കുന്നത്. എന്തായാലും ഇവിടെ ഒരു ലവ് അറേഞ്ച്ഡ് മാരേജിലെ ഒരു പെൺകുട്ടിക്കുണ്ടായ വലിയ അബദ്ധമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രണയിക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് വ്യക്തികളുടെ ഇഷ്ടങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ബാക്കിയൊക്കെ നിർബന്ധിച്ച് കണ്ട് ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. എല്ലാ അംഗങ്ങളും യോജിച്ച് ഇഷ്ടപ്പെട്ട് ഒരു കല്യാണമൊന്നും ആയിരിക്കില്ല പലപ്പോഴും ഇങ്ങനെ ഉള്ള ഒരു ലവ് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ തന്നെ നിർബന്ധത്തിന് വഴങ്ങിയാണ്ട് സമ്മതിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ പല പേരൻസിനും ഉണ്ട്. അതിനിടയിൽ പെൺകുട്ടിയുടെ അച്ഛൻ ഒന്ന് അന്വേഷിക്കണ്ടേ എന്ന് ചോദിച്ചു. പെൺകുട്ടി അതാണ്ട് എടുത്ത് ചാടണം. ഇനി എന്ത് അന്വേഷണം? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി, അവനെക്കുറിച്ച് എനിക്കറിയാം, അവൻ നല്ലവനാണ് എന്നുള്ളതൊക്കെ കണ്ട് പറഞ്ഞ് അവസാനം അച്ഛനെ നിർബന്ധിച്ച് വീട്ടിലിരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്വേഷണവും വേണ്ട എന്നുള്ളതാണ്. സത്യത്തിൽ ഈ കുട്ടി ചെയ്ത് വലിയൊരു അബദ്ധമാണെന്നുള്ളത്. ഇപ്പോൾ എന്തായി, കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ പയ്യൻ്റെ തനി നിറം പുറത്തേക്ക് വന്നത്. വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ആ പയ്യനെക്കുറിച്ച് ആ നാട്ടിലുള്ളത് എന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രണയബന്ധങ്ങളുണ്ട്. ഒന്ന്, രണ്ടാമത് അവൻ മദ്യത്തിനടിമയാണെന്നുള്ളതാണ്. മൂന്നാമത് നാട്ടിലെ അടിപിടി കേസുകൾ ധാരാളമായിട്ടുണ്ടാവും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലെ ഒരു നല്ല അഭിപ്രായം ആ പയ്യനെക്കുറിച്ച് ഇല്ല എന്നുള്ള ചുരുക്കം. പക്ഷേ അങ്ങനെ ഇവളിപ്പോൾ പെട്ടുപോയി. നമുക്കറിയാം, സാധാരണ രീതിയിൽ പ്രപ്പോസലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഈ ചെക്കനെക്കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചും ബന്ധുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ തന്നെ അന്വേഷിക്കണം. ആ അന്വേഷണം തീർച്ചയായിട്ടും വളരെ നല്ലത് തന്നെയാണ്. കാരണം ആ അന്വേഷണത്തിൽ വിജയിച്ചാൽ മാത്രമാണ് കല്യാണം നടക്കുകയുള്ളൂ. അന്വേഷണത്തിലൊരു നെഗറ്റീവായിട്ടുള്ളൊരു റിമാർക്കാണ് ഈ പയ്യനെക്കുറിച്ച് അല്ലെങ്കിൽ പെൺകുട്ടിയെക്കുറിച്ച് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കല്യാണം നടക്കാൻ സാധ്യതയില്ല. ലവ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാർ നിർബന്ധിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. വേണ്ടാന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സമ്മതിക്കില്ല, അവർ ഓടിപ്പോകുന്നുള്ളത്. അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, അറേഞ്ച്ഡ് മാരേജ് ആയാലും ലവ് മാരേജ് ആയാലും തന്നെ നന്നായി അന്വേഷിക്കേണ്ട ഒരു ബാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ പെൺകുട്ടി പറയുന്നൊരു കാര്യം ഞാൻ നന്നായി അന്വേഷിച്ചു. പെൺകുട്ടി അന്വേഷിക്കുന്ന ആരോടാണ്? അവിടെയാണ് അതിൻ്റെ പ്രത്യേകത. പെൺകുട്ടി അന്വേഷിക്കുന്നത് ഈ പയ്യനോട് തന്നെയാണ്. പയ്യന് നല്ലതല്ലാതെ ചീത്ത പറയും, ഞാൻ മോശമാണെന്ന് ആരെങ്കിലും പറയൂ? ഒരു കള്ളനെ സംബന്ധിച്ചിടത്തോളം കള്ളൻ പറയും ഞാൻ കള്ളനാണെന്നുള്ളത്. പ്രണയിക്കുന്ന പെൺകുട്ടിക്ക് അങ്ങനെ വേറെ ആളെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പറ്റുക? അല്ലെങ്കിൽ ആ നാട്ടിൽ പോയിട്ട് അന്വേഷിക്കാൻ പറ്റൂ? ഈ ചെറുപ്പക്കാർ ചെന്ന് അന്വേഷിച്ച് ഇവരെന്താണെന്ന് വിചാരിക്കില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ അന്വേഷിക്കണമെന്ന് വിചാരിക്കില്ല. അതുകൊണ്ട് അത് സാധിക്കില്ല എന്നുള്ളത് സ്വാഭാവിക യുക്തിക്ക് ചേർന്നതല്ല അങ്ങനത്തെ അന്വേഷണം. അതൊക്കെ വീട്ടുകാരും ബന്ധുക്കളൊക്കെയാണ് അന്വേഷിക്കേണ്ടത്. ആ അന്വേഷണത്തിന് തടയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം, ആ വിവാഹത്തിൻ്റെ ഫെയിലിയർ ആയിട്ടുള്ള ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയുടെ തലയിൽ തന്നെയാണെന്നുള്ളത്. ഫ്രണ്ട്സ്, എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ്. അടുത്ത ഇതുപോലത്തെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.